ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ആറൂസ് ക്രാഫ്റ്റ് ആൻഡ് കിച്ചൺ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു തുളസിപ്പൂ വെച്ചിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ്, ഒരു ഫ്ലവർ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് വേണ്ടത് തുളസിപ്പൂക്കളാണ്. ഞാനിത് തുളസി ചെടിയിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. നല്ല ലെങ്ത് ഉള്ളത് എടുത്താൽ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഇനി ഇത് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കുക വേണ്ടത്. അതിന് മുന്നേ നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണം നോക്കാം. അപ്പോൾ ഞാൻ കളേഴ്സ് എടുക്കുന്നുണ്ട്. ഗോൾഡൻ പേൾ പെയിൻറ്റ് ആൻഡ് സിൽവർ പേൾ പെയിൻറ്റ്. അത് നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. വേറെ കളറാണെങ്കിൽ അതും എടുക്കാം. പിന്നെ വേണ്ടത് ഒരു ബ്രഷാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു സിസേഴ്സാണ്. എൻ്റെ കയ്യിൽ ഇതാണുള്ളത്, അതുകൊണ്ട് ഞാനിത് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു പോട്ട് വേണം, ഫ്ലവർ പോട്ട് വേണം. എൻ്റെ കയ്യിലിപ്പോൾ ഒരു ബ്ലാക്ക് ഫ്ലവർ പോട്ടാണുള്ളത്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ ഈ തുളസിയുടെ പൂക്കൾക്ക് കൊടുക്കുന്നത് ഒരു സിൽവർ കളർ. ഇനി ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ തുളസിപ്പൂക്കളൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോ ഒരു പേപ്പറിലോ തുളസിപ്പൂക്കൾ വെക്കുക. അതിനുശേഷം നന്നായിട്ട് ബ്രഷ് കൊണ്ടൊന്ന് തട്ടി കൊടുക്കുക. ആ സമയത്ത് അതിലത്തെ സീഡ്സൊക്കെ പെട്ടെന്ന് തന്നെ പൊയ്ക്കോളും. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ടിപ്പിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഒരു നല്ലൊരു ഷേപ്പായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ നമുക്ക് എല്ലാം തന്നെ ഇങ്ങനെ ക്ലീൻ ചെയ്ത് ഇപ്പം ഞാൻ തുളസിപ്പൂക്കളെല്ലാം തന്നെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബ്ലാക്ക് പോട്ട് ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ സിൽവർ എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുത്താൽ മതി. അപ്പം ഏത് കളറാണെങ്കിൽ നല്ല ഭംഗിയാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് പല കളറായിട്ടും കൊടുക്കാം. അപ്പോൾ ഇനി പെയിൻറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിൽ നിന്ന് ഞാനൊരു തുളസി പൂവെടുത്തു. അതിങ്ങനെ ഈ പ്ലേറ്റിൽ വെച്ചിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഇതിന് നന്നായിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ശ്രദ്ധിച്ച് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ എല്ലാ ഭാഗത്തും നന്നായിട്ട് എത്തണം. പിന്നെ ആ തണ്ടിന് ഫസ്റ്റ് തന്നെ നമുക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ആ പൂക്കൾക്കും കൂടെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് വേറൊരു മെത്തേഡും കൂടെ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒരു പാത്രത്തിൽ കുറച്ച് പെയിൻറ്റ് എടുത്തിട്ട് ആ പെയിൻറ്റിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. അത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ പൂക്കൾ അതിലേക്ക് ഡിപ്പ് ചെയ്ത് വെക്കുക. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ പിടിച്ചു വന്നോളും. പക്ഷേ ആ സമയത്ത് നമുക്ക് ഒരുപാട് പെയിൻറ്റ് വേസ്റ്റ് ആവും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്താൽ മതി എന്ന് വിചാരിച്ചത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇപ്പോൾ ഒന്നെടുത്തു, ഒന്ന് ചെയ്ത് കഴിഞ്ഞു. ഞാനിവിടെ ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. ഇനി നെക്സ്റ്റ് ഒന്നും കൂടെ എടുത്തു. അപ്പോൾ അതും നമ്മൾ ചെയ്ത പോലെ തന്നെ നല്ലപോലെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഈ തുളസിപ്പൂവിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് കുറച്ചൊരു ഫ്ലാറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആ സൈഡ് താഴേക്ക് അമർത്തി വെച്ചിട്ട് നമുക്ക് അതിൻ്റെ പൂക്കൾക്കും തണ്ടിനൊക്കെ നന്നായിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു ഭംഗിയുണ്ട്. വീട്ടിൽ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ആരെങ്കിലുമൊക്കെ വരുന്ന സമയത്തൊക്കെ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ടാണ് പറയാറുണ്ട് എല്ലാവരും. അപ്പോൾ നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കണം. ഇതൊരു സിമ്പിളായിട്ടുള്ള പണിയല്ലേ. അപ്പോൾ ഇപ്പോഴാണെന്ന് വെച്ചാൽ എല്ലാവരും വീട്ടിലുണ്ടാവും താനും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ ഞാൻ എല്ലാ പൂക്കളും പെയിൻറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു. ഇത് അവസാനത്തെയാണ്. അപ്പോൾ ഇതും കൂടെ പെയിൻറ്റ് ചെയ്യുകയാണ്. പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് പൂക്കളൊക്കെ വീണു, അതൊന്നും വിഷയമല്ല. അപ്പോൾ ഞാനിത് ഫുൾ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞു. കയ്യിലും താഴെയൊക്കെ നന്നായിട്ട് പെയിൻ്റ് ആവും. അത് നമുക്ക് പിന്നെ ക്ലീൻ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ പൂക്കൾ മൊത്തമായിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുത്തു. ഇനി ഒരു പണിയില്ല. ഇനി നമുക്ക് ഫ്ലവർ പോട്ട് എടുക്കാം. ആ പോട്ടിലേക്ക് ഓരോന്നായിട്ട് എടുത്ത് വെച്ച് കൊടുക്കാം. ഞാനിങ്ങനെ സൈഡിലേക്ക് ചരിച്ച് വെച്ച് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടം ഉള്ളതുപോലെ വെച്ച് കൊടുക്കാം. കുത്തനെ വേണേൽ വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ സൈഡിലേക്കായിട്ട് വെച്ച് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. ഏതെങ്കിലും ഒരു കളർ മതി. അല്ലെങ്കിൽ ഇപ്പോൾ ഞാനിപ്പോൾ സിൽവർ മാത്രമല്ലേ യൂസ് ചെയ്തുള്ളൂ. നിങ്ങൾക്ക് ഒരുപാട് കളർ വെക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ബൈ.